Hello everyone, welcome back. This is Niranjana from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൺസ്ക്രീൻസ് ആണ്. ഇപ്പോൾ സമ്മർ ടൈം വരാൻ പോവാണ്. അപ്പോൾ അധികം സ്റ്റിക്കി അല്ലാത്ത ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയ ഈ ഒരു സ്വെറ്റി ഹ്യൂമിഡ് വെതറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് മൊത്തം സൺസ്ക്രീൻസ് ആണ്, പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്കൊരു 5-6 ഞാൻ പുതിയതായിട്ട് ഒരു 3-4 വാങ്ങിച്ചു. അതല്ലാതെ എൻ്റെ ചില ഫേവറേറ്റ്സ് ഒക്കെയാണ് എനിക്കിന്ന് കാണിച്ചു തരാനുള്ളത്. സൺസ്ക്രീൻസ് ഒട്ടും ഉപയോഗിക്കാത്ത ഒരാളിൽ നിന്നും സൺസ്ക്രീൻസ് റെഗുലർലി പുറത്ത് പോകുമ്പോൾ ഫേസിലിടുന്ന ഒരാളായി ഞാൻ മാറിയതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, എൻ്റെ ബോയ് ഫ്രണ്ട്. ഞാൻ ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞു പോകുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കില്ല. ഞാൻ ശ്രദ്ധിക്കും പുറത്ത് പോകുമ്പോൾ പുള്ളി കൃത്യമായിട്ട് സൺസ്ക്രീൻ മുഖത്തും കയ്യിലൊക്കെ തേച്ച് 20 മിനിറ്റ്സ് മുന്നേ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ റെഡി ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓക്കെ, എനിക്കൊരു പ്രചോദനമായിരുന്നു. അതുപോലെ ഞാൻ റീസെൻ്റ്ലി ഫേഷ്യൽ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ സ്കിൻ അനാലിസിസ് ഉണ്ടായിരുന്നു, AI ബേസ്ഡ്. അത് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ്, അതായത് സൺ എക്സ്പോഷർ വരുമ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, കാരണം ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്, ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇപ്പോൾ 2 മാസമായിട്ടാണ് ഞാൻ ആകെ ക്ലിനിക്കിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു സൺസ്ക്രീൻ റെഗുലർലി യൂസ് ചെയ്താൽ മേ ബി ബെറ്റർ ആകും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനഫ് ഇസ് ഇനഫ്, കുറച്ച് സ്വെറ്റ് ചെയ്താലും വേണ്ടില്ല, പക്ഷേ എന്നാലും എനിക്ക് സ്വെറ്റ് ചെയ്യാത്ത ടൈപ്പ് വേണം, നോൺ സ്റ്റിക്കി ആയിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തപ്പി ഇറങ്ങി കണ്ടുപിടിച്ച സൺസ്ക്രീൻസ് ആണ് ഇതെല്ലാം. സോ വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് my thoughts on these. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് യു ന്യൂ ടു മൈ ചാനൽ, ബ്യൂട്ടി ആൻഡ് ഫാഷനിൽ ഒരുപാട് കണ്ടന്റ് ഇവിടെ ഉണ്ട്, യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് ഐ ഓൾസോ ഹാവ് എ ചാനൽ ഓൺ സൈക്കോളജി ആസ് വെൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ബിക്കോസ് ബൈ പ്രൊഫഷൻ ഐ ആം എ സൈക്കോളജിസ്റ്റ്. സോ ആ ചാനൽ ഒരു കിക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ഇഫ് യു ക്യാൻ സപ്പോർട്ട് ദാറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കണ്ടു ചെയ്യുന്നതിന് മുന്നേ ഞാൻ പോയി എൻ്റെ ക്രീമി ബ്ലഷ് എടുത്തിട്ട്, എനിക്കത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ബട്ട് അതും കൂടി ഇട്ടപ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഫസ്റ്റ് വൺ, കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ പീച്ച് ദ സൺ എന്ന് പറഞ്ഞ ഈ സൺസ്ക്രീനാണ് ഞാൻ ഇത്തവണത്തെ എൻ്റെ പുതിയ ബാച്ചിൽ എൻ്റെ ഫസ്റ്റ് പിക്ക് എന്ന് പറയുന്നത്. SPF 50 ആണ്, PA 4+++ ആണ്, ബ്രോഡ് സ്പെക്ട്രം ആണ്, UVA ആൻഡ് UVB, വൈറ്റമിൻ C, റൈസ് വാട്ടർ ആൻഡ് പീച്ച് എക്സ്ട്രാക്ട് ഉണ്ട്, ഹൈബ്രിഡ് ജെൽ, നോൺ ഗ്രീസി സൺസ്ക്രീൻ, ആൻഡ് ഐ വുഡ് സേ ദ ക്ലെയിംസ് ആർ സോ ട്രൂ. ഞാനിപ്പോൾ രാവിലെ ക്ലിനിക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ചെന്നാൽ ഞാൻ വെയിലേ കൊള്ളേണ്ട ഐസി റൂമിലിരിക്കുകയാണ്, എന്നാലും ഞാനിത് ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു എക്സ്പോഷർ 5 മിനിറ്റൊക്കെ ഉള്ളൂ കാറിൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. എന്നാലും ആ സമയത്ത് ഇങ്ങനെ കാറിൽ ഇരിക്കുമ്പോൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും ഗ്രീസി അല്ലാത്തൊരു ഫീൽ, അതായത് ഇട്ടിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യില്ല. അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കോമ്പാക്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സൺസ്ക്രീനാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്രേക്ക് ഔട്ട്സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ വരുന്നില്ല. ഈവൻ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് സ്കിൻ ഇങ്ങനെ ഗ്രീസി ആവുന്ന പോലെ തോന്നും. ഒരു 2 hours ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡേർട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഫീൽ, ആ ഫീലിങ്ങും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ എനിക്ക് സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ തന്നെ ഒരു ബെറി ബേസ്ഡ്, ഒരു ബെറി എക്സ്ട്രാക്ട്സിൻ്റെ വേറൊരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഞാനിപ്പോൾ ഉപയോഗിച്ച അത് കഴിഞ്ഞു, പക്ഷെ അതും എൻ്റെ ഒരു ഫേവറേറ്റ് സൺസ്ക്രീൻ ആയിരുന്നു. അതും ഈ സൺസ്ക്രീൻ ഓയിലി സ്കിന്നിന്, ആക്നെ പ്രോൺ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അതിനൊരു ബെറി ലൈക്ക് ഫ്രേഗ്രൻസ് ഉണ്ട്, ബട്ട് നത്തിങ് ടു സ്ട്രോങ്. ഞാൻ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ അത് ശരിക്കും ഒരു പക്ക ഒരു ജെൽ രീതിയിലാണ് പോകുന്നത്. ബട്ട് ദിസ് ഇസ് ഓൾസോ വെരി ഗുഡ്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് കോമ്പിനേഷൻ സ്കിൻ. ദ സെക്കൻഡ് വൺ ഐ ഹാവ് ഹിയർ ഇസ് ബൈ ഡോട്ട് ആൻഡ് കീ. അവരുടെ കുറേ സൺസ്ക്രീൻസ് ഭയങ്കര ഫേമസ് ആണ്. വൈറ്റമിൻ C, അത് നമ്മൾ മിക്ക ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ ഒരു വാട്ടർമെലൺ സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സൺസ്ക്രീൻ ഉണ്ട്. ആൻഡ് ഇതൊരു പുതിയ ലോഞ്ച് ആയിരുന്നു. നല്ല മാങ്ങയുടെ കളർ തന്നെ അല്ലേ. മാംഗോ ഡീറ്റാൻ ജെൽ സൺസ്ക്രീൻ, ഓയിൽ ഫ്രീ, SPF 50 ആണ്, PA 3++ ആണ്, ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇതിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആൽഫ ആബ്യൂട്ടിനും നിയാസിനമൈഡും ആണ്. നമ്മൾ ലാസ്റ്റ് മന്ത് സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ബ്രൈറ്റനിങ്, അങ്ങനെ ആൽഫ ആബ്യൂട്ടിനും നിയാസിനമൈഡും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് നമ്മൾ ആ വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സൺസ്ക്രീനിനോടൊപ്പം ഒരു ഒരു ബ്യൂട്ടി കെയർ ആസ്പെക്റ്റും കൂടെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഒക്കെ മിക്ക സൺസ്ക്രീൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്താണെങ്കിലും വൈറ്റമിൻ C ഉണ്ട്, റൈസ് വാട്ടർ ഉണ്ട്. റൈസ് വാട്ടർ എല്ലാവർക്കും അറിയാം, ജാപ്പനീസ് സീക്രട്ട് ഓഫ് സ്കിൻ കെയർ ആണ്. ദിസ് ഓൾസോ ലൈക്ക് എ ജെൽ, വെരി ലൈറ്റ് വെയ്റ്റ്, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു സൂതിങ് കൂളിംഗ് ഫീലിംഗ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. ആൻഡ് ദ പാക്കേജിംഗ് ഇസ് ഓൾസോ ലൈക്ക് റിയലി നൈസ്. ഡോട്ട് ആൻഡ് കീയുടെ ടിപ്പിക്കൽ പാക്കേജിംഗ് ആണ്. അവരുടെ സൺസ്ക്രീൻസ് ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനി ഒരു 2 തവണയും കൂടി യൂസ് ചെയ്യുമ്പോൾ ഇത് കഴിയും. അവിടെ പാക്കേജിങ് ഇറ്റ്സ് വെരി ക്യൂട്ട്. ആൻഡ് എനിക്ക് പൊതുവെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻസ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാങ്ങിച്ചിട്ടെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് തീർത്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഉള്ളത് പിൽഗ്രിമിൻ്റെ 2ാമത്തെ സൺസ്ക്രീനാണിത്. ഫസ്റ്റ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തോ ഒരു ജെൽ, ഞാനത് അമ്മയ്ക്ക് കൊടുത്തു, അമ്മയാണ് യൂസ് ചെയ്യുന്നത്. അവർ 2 പുതിയ സൺസ്ക്രീൻസ് ലോഞ്ച് ചെയ്തു. ബ്രൈറ്റനിങ് അൾട്രാ ലൈറ്റ് ജെൽ സൺസ്ക്രീനും പിന്നെ എന്തോ സൂപ്പർ ലൈറ്റ് വേറൊരു ജെൽ സൺസ്ക്രീൻ. ഒന്നിൽ വൈറ്റമിൻ സിയും ഒന്നിൽ നിയാസിനമൈഡും ഉള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5% വൈറ്റമിൻ C ഉള്ള വേരിയൻ്റ് ആണ്. 45 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. പിൽഗ്രിം മാത്രം 40-45 ml ആണ്. ബാക്കി സൺസ്ക്രീൻസ് ഒക്കെ യൂഷ്വലി 50 ml ആണ് വരുന്നത്. ഇതിൽ SPF 60 ആണുള്ളത്. സോ കുറച്ചും കൂടെ ഒരു ഹയർ കോൺസെൻട്രേഷൻ ഉണ്ട്. PA 4++ ആണ്, ബ്രോഡ് സ്പെക്ട്രം ആണ്, ആൻഡ്
This is again a very lightweight sunscreen. 60 ആണ് SPF എന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് തന്നെയാണ്. സ്കിൻ ഒട്ടും അങ്ങനെ സ്വെറ്റി ആക്കുന്ന തോന്നില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ഫീൽ ദാറ്റ് ഓക്കെ ഐ എം അപ്ലൈങ് സംതിങ് ഓൺ മൈ ഫേസ്, ബട്ട് ആഫ്റ്റർ വൈൽ യു വിൽ ഫോർഗെറ്റ് ഇറ്റ്. അത് മുഖത്തിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷനൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്ന പോലെ ഡാർക്ക് ആക്കുകയോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെയില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് സൺസ്ക്രീൻ ആൻഡ് വെരി ഹാൻഡി ഓൾസോ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാക്കേജിംഗ് ആണ്. ഇപ്പോൾ ഒരു 40-30 ml പാക്കേജസിന്റെ ഗുണം അതാണ്. യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്, എനിക്കൊരു സാമ്പിൾ കിട്ടിയതാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്വെഞ്ച് ബൊട്ടാനിക്സ് ഒരു കൊറിയൻ ബേസ്ഡ് ബ്രാൻഡാണ്. അവർക്ക് കുറേ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ തന്നെ അവിടെ മോയ്സ്ചറൈസേഴ്സും ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ മോയ്സ്ചറൈസർ കറന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വെഞ്ചിന്റെ അൾട്രാ ലൈറ്റ് SPF 50 PA 4++ സൺസ്ക്രീൻ വിത്ത് അവോക്കാഡോ വൈറ്റമിൻ C ആൻഡ് E. ഇത് കുഞ്ഞിയാണ്. 15 ml ആണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൊണ്ടു നടന്ന് യൂസ് ചെയ്യാം, വിച്ച് ഇസ് വെരി കൺവീനിയൻറ്റ്. ആൻഡ് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആസ് വെൽ. സോ ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ഗോ ഫോർ. ഇതിൻ്റെ ഫുൾ സൈസ് ഐ തിങ്ക് 50 ml ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ എനിക്ക് പൊതുവെ റെക്കമെൻഡേഷൻ, ഞാൻ പലതും ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത്. ഒരുപാട് പേർക്ക് അറിയുന്നതുമാണ്. അവിടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. അങ്ങനെ വാട്ടർമെലൻ്റെ മണമൊന്നുമല്ല. ഇറ്റ്സ് എ ഗുഡ് സൺസ്ക്രീൻ. ഓയിലി സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതും തന്നെയാണ്. ഇത് PA++ ആണ്. വൈറ്റമിൻ D അബ്സോർപ്ഷൻ കൂട്ടും എന്നാണ് പറയുന്നത്. കൂളിംഗ് സൺസ്ക്രീൻ എന്നാണ് വിളിക്കുന്നത്. ഇതിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വൈറ്റ് കാസ്റ്റ് ഇതൊന്നും തന്നെയും തരുന്നില്ല, വിച്ച് ഇസ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഇഫ് യു ആസ്ക് മീ. കാരണം വൈറ്റ് കാസ്റ്റ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഇതാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് വാങ്ങിയിട്ട് ഐ തിങ്ക് 4 months എന്തോ ആയി. വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. വിഷ് കെയറിൻ്റെയും ഒരുവിധം കുറേ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും ഹെയർ കെയറിൻ്റെ ആണെങ്കിലും. അവിടെ നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ, ലൈറ്റ് ആൻഡ് മാറ്റ്, ഓട്ടെക്സ്ട്രാക്സ്, സിങ്ക് PCA, സിക്ക നമ്മുടെ നവരയില ആൻഡ് സിറാമൈഡ്സ് ഉള്ളതാണ്. സിറാമൈഡ്സ് പൊതുവേ ഈ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിന്, ഡ്രൈ സ്കിന്നിനൊക്കെ ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ സിറാമൈഡ് ബേസ്ഡ് ഒരു സൺസ്ക്രീനാണ്. SPF 50+, PA 4+. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്നിൽ, അതായത് മൂക്കിൻ്റെ ഇവിടെയൊക്കെ എനിക്ക് T സോണാണ് ഓയിലി ആവുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് T സോൺ അത്ര എക്സസീവ്ലി ഓയിലി ആയിട്ട് അങ്ങനെ തോന്നാറില്ല. ഓയിൽ ബാലൻസിങ് ഇഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓയിൽ ബാലൻസിങ് ഇഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി ലൈറ്റ് വെയിറ്റ് സൺസ്ക്രീൻ ഓൾസോ, ലൈക്ക് ഒരു ഫ്ലൂയിഡ് പോലെ. ഇറ്റ്സ് വെരി നൈസ്. അപ്പം ഞാൻ ചിലപ്പോൾ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യും. നെക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഐ എം എക്സ്ട്രാ കെയർഫുൾ, കാരണം എനിക്ക് മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ച് സ്വെറ്റി ആകാതിരിക്കണം എന്നൊക്കെ. സോ ആ നിലയിലും ദിസ് ഇസ് എ ഗുഡ് വൺ. ഇപ്പോൾ വിഷ്കേൻ്റെ സൺസ്ക്രീൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിലും കാണിച്ചിട്ടുള്ള സൺസ്ക്രീനാണ്. ഇത് എർത്ത് ഋതത്തിൻ്റെ ആണ്. SPF 60 ആണ്. ഈ ഒരു ട്വിസ്റ്റപ്പ് പാക്കേജിങ്ങിൽ വരുന്ന സൺസ്ക്രീനാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫേസ് സൺസ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒട്ടും ഓയിലി ആക്കാത്ത, അങ്ങനെ ഒരു മണമോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഞാനിങ്ങനെ ഫേസിലും നെക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന് പുറത്ത് മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യും. ഒരു സൺസ്ക്രീൻ ഇട്ടു എന്നൊരു ഫീലിങ്ങേ വരില്ല. പിന്നെ ഈ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേറ്റർ ഇഷ്ടമല്ല, അത് ഫേസിൽ ടച്ച് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫേസ് ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. റീഅപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ പുറത്തൂടെയൊക്കെ റീഅപ്ലൈ ചെയ്ത് ഇതിൻ്റെ പുറത്ത് ആ മേക്കപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. ബട്ട് അതർവൈസ് റീആപ്ലിക്കേഷനും അത്ര ബുദ്ധിമുട്ടുള്ളൊരു സാധനമേ അല്ല. ആൻഡ് വെരി കൺവീനിയൻറ്റ് ടു ക്യാരി ഇറ്റ് വിത്ത് യു. പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ ഈസിയാണ്. ആണുങ്ങൾക്കൊക്കെ ഈസിലി പോക്കറ്റിൽ ഫിറ്റ് ഇൻ ചെയ്യുന്ന ഒരു സാധനമാണ്. എൻ്റെ ബോയ് ഫ്രണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു സൺസ്ക്രീനാണ്. എർത്ത് SPF 60 PA 4++. സെറാമൈഡ്സും ഹൈലറൂണിക്കും ഉണ്ട്. സോ ഡീഹൈഡ്രേറ്റഡ് ആൻഡ് ഓയിലി സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ മുന്നത്തെ മാസം വാങ്ങിയ ഒരു സൺസ്ക്രീനാണത്, എം കഫീൻ്റെ. ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഐ ഫീൽ ദിസ് ഇസ് ഗുഡ് ഫോർ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ടൈപ്പിന്. ഓയിലിക്ക് ഇത് ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ബട്ട് നോർമൽ ടു ഡ്രൈ ഇസ് ഗുഡ്. ദിസ് ഇസ് ഹൈഡ്രാ ഡ്യൂ അൾട്രാ ലൈറ്റ് സൺ ഫ്ലൂയിഡ്, നിയാസിനമൈഡ്, പാന്തനോൾ ആൻഡ് UV ഫിൽറ്റേഴ്സ്. SPF 50 PA 4++ ആണ്. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഓയിലി സ്കിന്നിന് ഒരു സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോർമുല എന്ന് പറയാൻ പറ്റത്തില്ല. യു ക്യാൻ സ്റ്റിൽ വെയർ ഇറ്റ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് I think normal to dry skin might benefit more from this. Again, packaging നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. കൊണ്ടുനടന്ന് യൂസ് ചെയ്യാനാണെങ്കിലും ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ദാറ്റ് വേ. ഒരു ഷേപ്പ് ആണെങ്കിലും. പിന്നെ എം കഫീൻ്റെ ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഫാനൊന്നും അല്ല എം കഫീൻ്റെ. ഐ ഹാവ് ഫേവറേറ്റ് ആൻഡ് നോട്ട് സോ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ഓൾസോ. പക്ഷേ സൺസ്ക്രീൻ എന്തായാലും കൊള്ളാം. ഈ ബോഡി സൺസ്ക്രീൻസ്, സൺസ്ക്രീൻ സ്പ്രേകൾ, മിസ്റ്റുകൾ, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഐ തിങ്ക് 3-4 months മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൽ അക്വലോജിക്കയും ഡോട്ട് ആൻഡ് കീയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ഫോർമുലയാണ്. ഡോട്ട് ആൻഡ് കീ ശരിക്കും ഒരു വാട്ടറി അങ്ങനത്തെ ഒരു ശരിക്കും SPF വാട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് ഞാൻ ബോഡിയിൽ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻസ്. കാരണം ക്വാണ്ടിറ്റിയും കൂടുതലാണ്, ഫേസിലെ പോലെയല്ല. ബോഡി സൺസ്ക്രീൻസ് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, കുറച്ചും കൂടെ ലെസ് പ്രൈസിയർ സൈഡായിരിക്കും. അപ്പോൾ
അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, കൊണ്ടു നടന്ന് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ, ഈ ഒരു ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദീസ് ദെൻ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ആ വീഡിയോയ്ക്ക് കുറേ റെസ്പോൺസസ് കിട്ടിയതാണ്. സോ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ഏതാണെന്ന് പറയുക. ഏതെങ്കിലും പുതിയ റെക്കമെൻഡേഷൻസ് ആണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഐ വുഡ് ലവ് ടു നോ ദാറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.